പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ചെയിൻ സ്മോക്കറായി മാറിയേനെന്ന് പറഞ്ഞു. കാരണം ഞാൻ പഠിക്കുന്ന ദിവസം മുന്നേ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായി. അവിടുന്ന് പെട്ടെന്നാണ് ഒരു കുട്ടി സാറേ സാറേ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ കുട്ടിയെ കണ്ടപ്പം കുട്ടിയെ യാതൊരു ഓർമ്മയില്ല. ശരിക്കും ഒരു 5 കൊല്ലം മുന്നേ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. പിന്നെ അന്ന് ആദ്യം പഠിപ്പിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ അന്ന് ഈ കുട്ടികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ പ്രശ്നത്തിലാണ് ഈ കുട്ടിയെ പിടിക്കുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് ഇവൻ ആദ്യമായിട്ടൊന്ന് സിസർ വലിച്ചതാണ്. അപ്പോൾ സിസർ വലിച്ച സമയത്ത് അന്ന് അത് കാണുകയും ആ കുട്ടിയെ പിടിച്ചു. കുട്ടിയെ വേണ്ട വിധത്തിലുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുത്തു. ഇതിൻ്റെ വരും വരായതകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത്യാവശ്യം വേണ്ട രീതിയിലൊക്കെ കുട്ടിയെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ അന്ന് പറഞ്ഞത് ഇനി ഞാനിത് ഉപയോഗിക്കൂല എന്ന് പറയുകയും ചെയ്തു പോയ കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടി കുറേ കാലത്തിന് ശേഷം എന്നെ കണ്ട സമയത്ത് ഏറ്റവും അവസാനം പറഞ്ഞത്, സാറേ നിങ്ങൾ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ചെയിൻ സ്മോക്കറായി മാറിയേനെന്ന് പറഞ്ഞു. കാരണം ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിങ്ങൾക്ക് അറിയാലോ, സാറൊക്കെ എപ്പോഴും ഞങ്ങളെ ക്ലാസ്സിൽ പറയാറുണ്ട് ഡൽഹിയിലത്തെ അവസരങ്ങളും പിന്നെ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ. എൻ്റെ കൂടെ ഉള്ളത് മുഴുവനും കഞ്ചാവ് വലിക്കുന്ന കുട്ടികളടക്കൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു നിമിഷം പോലും അതിനുശേഷം പിന്നീട് പോലും ഒരു തവണ പോലും ഞാനിതൊന്നും വലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അന്ന് സാറ് തന്ന കുറച്ച് ഉപദേശങ്ങളിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. കാരണം നമ്മൾ ശരിക്കും ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ കുറേ അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദവും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.